അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-15 തിരുവചനത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് മനുഷ്യൻ്റെ പാപവീഴ്ചയുടെ പ്രതീകമായുള്ള ഭക്തിയുടെ ആഴമായ പ്രകടനമാണ്. യഹൂദന്മാർ സാധാരണയായി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന 1 രാജാക്കന്മാർ 8-ാം അധ്യായം 54-ാം തിരുവെഴുത്തിലും ദാനിയേൽ 6:10-ലും ലൂക്കോസ് 22:41-ലും അപ്പോസ്തല പ്രവർത്തികൾ 7:60-ലും 20:36-ലും 21:5 എന്നീ വേദഭാഗങ്ങളിലും കാണുവാൻ സാധിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് യേശു പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിലൂടെ പുതിയ നിയമ ജനതയുടെ പ്രാർത്ഥനകൾ പിതാവിനോടായിരിക്കണമെന്നും എന്നാൽ പുത്രൻ പിതാവിലും പിതാവ് പുത്രനിലും ആകയാൽ നാം പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് പുത്രൻ ചെയ്തു തരുമെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ കൂടി യേശുക്രിസ്തു തന്നെ വ്യക്തമായി പറയുന്നു. പിതാവ് പുത്രനിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന സത്യം ഗ്രഹിക്കുമ്പോൾ തൃത്വത്തിൻ്റെ രഹസ്യത്തിലേക്കുള്ള നമ്മുടെ വഴി തുറക്കപ്പെടും. ദാനിയേലിൻ്റെ പുസ്തകം പ്രാർത്ഥനയുടെ ഒരു മോഡൽ നമുക്ക് കാണിച്ചു തരുന്നു. ദാനിയേൽ 9:4 പ്രാർത്ഥനയുടെ ആരംഭത്തിൽ സംബോധനയുടെ പ്രാധാന്യവും ദാനിയേൽ 9:5-6 തിരുവെഴുത്തുകളിൽ രണ്ടാമതായി നമ്മുടെ പാപങ്ങളും കുറവുകളും ഏറ്റുപറയണമെന്നും ദാനിയേൽ 9:7 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവം ചെയ്തു തന്ന അനുഗ്രഹങ്ങളും നമ്മുടെ കുറവുകളും സമ്മിശ്രമായി എണ്ണി ഏറ്റുപറയുന്നതും ദാനിയേൽ 9:17 മുതൽ 20 വരെയുള്ള ഭാഗത്ത് അപേക്ഷകളെ സ്തോത്രത്തോടെ സമർപ്പിക്കേണ്ടതാകുന്നുവെന്നും ദാനിയേൽ 9:21 പറയുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉടനെ ലഭിച്ചുവെന്ന്. ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്താണ് ഗബ്രിയേൽ മാലാഖ പ്രാർത്ഥനയുടെ മറുപടിയുമായി എത്തിയത്. ആദമിനെ കാണുവാൻ യഹോവ ഏദനിലെത്തിയതും വെയിലാറിയപ്പോഴായിരുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ആവശ്യകത, സന്ധ്യാപ്രാർത്ഥനയുടെ പ്രാധാന്യം, അനുതാപത്തിൻ്റെ പ്രതീകമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത, പ്രാർത്ഥനയുടെ രീതിയായി പ്രാർത്ഥനയുടെ ആരംഭത്തിൽ കർത്തൃപ്രാർത്ഥനയിൽ എന്ന പോലെ പിതാവേ എന്ന് വിളിച്ചുള്ള ഇൻറ്റിമസിയോടുകൂടിയുള്ള സംബോധന, പിന്നീട് പാപങ്ങളും കുറവുകളും നമ്മുടെ പാപങ്ങളും കുറവുകളും ഏറ്റുപറയുകയും അതോടൊപ്പം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സ്തോത്രം പറയുകയും ഏറ്റവും ഒടുവിൽ അപേക്ഷകളെ സത്യാനുതാപത്തോടും സ്തോത്രത്തോടെയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉത്തരം ഉടനെ ലഭിക്കുമെന്ന് ഈ മേൽപ്പറഞ്ഞ വേദഭാഗങ്ങൾ വെളിവാക്കുന്നു. ഇവ ഒരു ശീലമായി തീരുവാൻ, നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.